ഡൽഹിയിൽ സമരം ആളിക്കത്തുകയാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്ന സമരം ഒടുവിൽ സംഘർഷഭരിതമാവുന്നു. സമരം ചെയ്യാനെത്തിയവരെ പോലീസ് അടിച്ച് വളരെ മാരകമായി മർദ്ദിക്കുന്നു, പരിക്കേൽക്കുന്നു. അതിനുശേഷം ചർച്ചയ്ക്ക് തയ്യാറാവുന്നു കേന്ദ്ര സർക്കാർ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സമരത്തെ കേന്ദ്ര സർക്കാർ നേരിട്ട രീതിയെക്കുറിച്ചാണ്. ഈ സമരം ആരംഭിക്കുന്നത് വളരെ പെട്ടെന്നായിരുന്നു. കോൺഗ്രസിന്റെ കുറെ കാലമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്ഥലത്തില്ല എന്നുള്ള ആരോപണമൊക്കെ ഇങ്ങനെ ഉയർന്നു കളിയാക്കിക്കൊണ്ടുള്ള പല സംസാരങ്ങളും വരുമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി വന്നു, ഉടൻ തന്നെ ഒരു സമരം, അതായത് ഡൽഹി ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സമരം എന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്നായിരുന്നു ഇത് തീരുമാനം. ആദ്യം ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയുടെ ജന്മദിനമായിരുന്നു. ജന്മദിന ആശംസകൾ നേരാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ രാഹുലും പ്രിയങ്ക ഉൾപ്പെടെയുള്ള നേതാക്കൾ ഖാർഗെയുടെ വീട്ടിലെത്തുന്നു. ഉടൻ തന്നെ ഖാർഗെ ആഘോഷങ്ങളൊന്നും വേണ്ട എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും വൈകിട്ട് ഈ നേതാക്കൾ എല്ലാവരും കൂടി എത്തിയപ്പോൾ പെട്ടെന്ന് അവിടുന്ന് 1/2 കിലോമീറ്റർ ദൂരെ, ഖാർഗെയുടെ വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരെ മാറി ഉള്ള പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നു. അതിന് മുന്നിൽ നടക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും, കൂടെ മറ്റ് നേതാക്കളും മറ്റ് പ്രവർത്തകരും എല്ലാവരും കൂടി സംഘടിക്കുന്നു. മാർച്ച് നടന്നു. പോലീസ് പോലും പ്രതീക്ഷിക്കുന്നില്ല, അപ്രതീക്ഷിതമായിട്ടാണ് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. ആദ്യം സമരം ചെയ്യുന്നു. നമുക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രീതിയിൽ കൈ കെട്ടിക്കൊണ്ടായിരുന്നു സമരം തുടങ്ങിയത്. പക്ഷേ സമരം പിന്നെ അക്രമാസക്തമാവുന്നു. രാഹുൽ ഗാന്ധിയെ വലിച്ചഴച്ച്, രാഹുൽ ഗാന്ധി മാത്രമല്ല പ്രിയങ്ക ഉൾപ്പെടെ പല നേതാക്കളെയും വലിച്ചഴച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു രീതി ആയിരുന്നു സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്ന്. അല്ല, പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ച തന്നെയാണെന്ന് പറയേണ്ടി വരും. ഒരിക്കലും സമരങ്ങളെ നേരിടേണ്ട രീതി ഇതല്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു സമരത്തെ ഇത്തരം രീതിയിലേക്ക് നേരിടാൻ വേണ്ടി നമ്മുടെ രാജ്യം നേരിടാൻ വേണ്ടി നിൽക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് നിർദ്ദേശം നൽകാതിരുന്നത്? ഈ രീതിയിലല്ല സമരത്തെ നേരിടേണ്ടതെന്ന് നമുക്കറിയാം. CJP ആദ്യം സമരവുമായി തെരുവിലുണ്ടായിരുന്നു. അവർ തെരുവിലുണ്ടായിരുന്ന സമയത്തൊന്നും BJP ഇവരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇവരെ മൈൻഡ് ചെയ്തിട്ടില്ല. ഒരു സംസാരത്തിന് പോലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയെ പോലും ഒരു ഒത്തുതീർപ്പ് സംസാരത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം അവരെ കേൾക്കാൻ പോലും തയ്യാറാകാതിരുന്ന, അവരെ അവഗണിക്കുക എന്നുള്ളൊരു രീതിയായിരുന്നല്ലോ കേന്ദ്ര സർക്കാരിന്. കാരണം ഈ സമരത്തെ മൈൻഡ് ചെയ്യാതിരിക്കുക. കാരണം ചെയ്തു കഴിഞ്ഞാൽ ഇവർ വീണ്ടും വളർന്നു വരുമോ എന്നുള്ളൊരു പ്രതിഷേധവുമായിട്ട് ആൾക്കാർ കൂടുതൽ വരുമോ, കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെടാതെ ശ്രദ്ധിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അവർ സമരം ചെയ്ത് അങ്ങ് പോയിക്കോളും എന്നുള്ളൊരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെയാണ് മാറി സമരം കൂടുതൽ ശക്തമാകുന്നത്. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരം ഒരു നീക്കം. അതിലേക്ക് കോൺഗ്രസ് വരുമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് CJPയുടെ സമരത്തിന് കോൺഗ്രസിന്റെ ഒരു പിന്തുണ ഉണ്ടാകുമെന്നോ, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് BJP പോലും സ്വപ്നത്തിൽ കരുതിയിരുന്നില്ല. BJPക്ക് അപ്പുറത്ത് കോൺഗ്രസ് നേതാക്കൾ പോലും കരുതിയിരുന്നില്ല. കഴിഞ്ഞ കുറച്ചു കാലങ്ങളെ അല്ലെങ്കിൽ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് രാഹുൽ ഗാന്ധി എവിടെയാണ്, രാഹുൽ ഗാന്ധി എന്താണ് പല വിഷയങ്ങളിലും പ്രതികരിക്കാതിരിക്കുന്നത്, രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്താണ്, അയോധ്യ വിഷയത്തിലൊക്കെ രാഹുൽ ഗാന്ധി മൗനം പാലിക്കുന്നത് എന്താണ്, ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യക്ക് ആവശ്യമാണോ എന്നെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുലിന്റെ എൻട്രി എന്ന് പറയുന്നത് ഒരു മാസ് എൻട്രി ആയിരുന്നു. അല്ലെങ്കിൽ ഈ രാഹുലിനെയാണ് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നത്, ഈ രാഹുലിലായിരുന്നു ഇന്ത്യയുടെ പ്രതീക്ഷ എന്ന് തന്നെ പറയേണ്ടി വരും. രാഹുൽ ഗാന്ധി വന്നു. ഇതിനു മുൻപ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, രാഹുൽ ഗാന്ധി ഇന്ത്യയിലേക്ക് വന്നു നിന്ന് 1-2 സമരങ്ങൾക്ക് മുൻകൈ എടുത്താൽ, അദ്ദേഹം എടുക്കുന്ന എല്ലാ സമരങ്ങളും പൂർണ്ണ വിജയമാകണമെന്ന് ഞാൻ പറയുന്നില്ല, പല കാര്യങ്ങളും പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ഒരു ശീലവും ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പിന്തുണ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി രാജ്യത്തുണ്ട്, പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു ആശ്വാസമാണ് ജനങ്ങൾക്ക്. അപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നു, പ്രിയങ്ക ഗാന്ധി വരുന്നു, അവർ തെരുവിൽ സമരം ചെയ്തു. രാഹുൽ ഗാന്ധി വിദേശത്തുനിന്ന് വന്നതിന് ശേഷം വന്നത് അറിയിക്കാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടിയായിരുന്നു എന്നൊക്കെയാണ് മറ്റുള്ളവർ പറയുന്നത്. അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ രാഹുൽ ഗാന്ധി വിദേശത്തുനിന്ന് വരുന്നു അല്ലെങ്കിൽ സുഖവാസത്തിന് പോയിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. സുഖവാസം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഇത് ഇത്രയും വലിയ രീതിയിലേക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയ കോൺഗ്രസിന് മൈലേജ് ആക്കി കൊടുത്തത് ആരാണ്? പോലീസുകാരാണെന്ന് പറയേണ്ടി വരില്ലേ? ഇതൊരു വെറും സാധാരണ സമരം. പോലീസുകാർ ഈ ഒരു തരത്തിലേക്ക് അക്രമസക്തരാകാതിരുന്നെങ്കിൽ, പോലീസുകാർ കുറച്ചുകൂടി കാര്യങ്ങൾ നിയന്ത്രിച്ച് കൊണ്ടുവരുന്നെങ്കിൽ ഈ സമരം ഇത്രയും വലിയ ചർച്ചാ വിഷയവുമാകാൻ പോകുന്നില്ല, കോൺഗ്രസിന് അനുകൂലമാകാനും പോകുന്നില്ല. അത് മറ്റൊരു തരത്തിൽ പോകുമായിരുന്നു. കുറെ സമയം അവരോട് ഇരുന്ന് പ്രതിഷേധിക്കും. അത് കഴിയുമ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഉള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ പറയുന്നത്, രാഹുൽ എവിടെയാണെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് രാഹുൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പരിധിവരെ ശരിയാണ്. പക്ഷെ അതിന് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുമ്പോഴാണ് എല്ലാവരും ശക്തമായി വളരുന്നത്. അത് BJPക്ക് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ ഈ ഒരു സമരം BJPക്ക് പ്രതികൂലവും കോൺഗ്രസിന് അനുകൂലവും ആക്കിയിട്ടുണ്ടെങ്കിൽ അത് പോലീസ് തന്നെയാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു അബദ്ധത്തിന്റെ പേരിൽ തന്നെയാണ് അത് രാഹുൽ ഗാന്ധിക്ക് ഒരു മൈലേജ് ആക്കി എടുക്കാൻ കഴിഞ്ഞ കാര്യത്തിൽ യാതൊരു സംശയവും. അതിനിടയിൽ സംഭവിച്ചത് ഈ പെട്ടെന്നുണ്ടായ ഒരു മാർച്ച് ആയിരുന്നല്ലോ.
അപ്പൊ മാർച്ച് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം അത് പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുപാടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പല നേതാക്കളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എം പിമാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ മോദിയുടെ വസതിക്ക് മുന്നിൽ എത്തി എന്നുള്ളതാണ്. അതാണ് കേന്ദ്ര സർക്കാരിന് ഒരു ഭയം ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു. കാരണം അതോടുകൂടി ഈ അതിലേക്കുള്ള മോദിയുടെ വസതിയിലേക്ക് വരുന്ന വഴികളെല്ലാം അടയ്ക്കുന്നു. കാരണം എന്താ വെച്ചാൽ തൊട്ടപ്പുറത്ത് ഇത് നടക്കുകയാണ്. ജന്തർ മന്ദിറിൽ ഒരുപാട് ജനങ്ങളുണ്ട്. അവരെല്ലാം കൂടി ഇരച്ചെത്തി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുള്ളൊരു നിലയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അവർക്ക് എന്തായാലും കാര്യം മനസ്സിലായി. ഇതെങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമമായിരിക്കും നടന്നത്. അല്ല, ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും എല്ലാവരും അല്ലെങ്കിൽ BJPയുടെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അത്രയും സുരക്ഷ നൽകേണ്ട ഒരു സ്ഥലത്തേക്ക് എന്തിനാണ് സമരവുമായി പോയത്, അതുകൊണ്ടല്ലേ അടി കൊള്ളേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്, അല്ലെങ്കിൽ അടി കിട്ടിയത്. അത്രയും സുരക്ഷ. ഞാൻ പറയുന്നത് അത്തരം ഒരു സമരം അല്ലെങ്കിൽ ഈ തരത്തിൽ സമരമാണെന്നറിയാമല്ലോ, അത് എപ്പോ വേണമെങ്കിലും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ എത്തുമെന്ന് പറയാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു അക്രമസക്തമാക്കുന്നതിന് പകരം ബാരിക്കേഡുകൾ കൊണ്ട് അവിടെ സുരക്ഷ ഒരുക്കാമായിരുന്നു. പോലീസുകാർക്ക് പല രീതിയിൽ സുരക്ഷ ഒരുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതൊന്നും ശക്തമായ ഒരു സുരക്ഷ ഒരുക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഇത്രയും വലിയൊരു കോൺഗ്രസിന് അനുകൂലമാകുന്ന രീതിയിലേക്കും സംഘർഷത്തിലേക്കും ഒന്നും പോകില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും ഒരുക്കാതെ പോലീസ് എന്തുദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ ഒരു ലോഡ് പോലീസുകാർക്ക് എന്തും സാധാരണക്കാരായ ജനങ്ങളെ, വിദ്യാർത്ഥികളടക്കം സമരത്തിനുണ്ടായിരുന്നു CJPയുടെ, അവരെയൊക്കെ കൈയേറാം എന്നുള്ളൊരു രീതിയാണ്. മറുവശത്ത് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വാതന്ത്ര്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷുകാർ ഇതിനേക്കാൾ മര്യാദപരമായ രീതിയിൽ അല്ലെങ്കിൽ മര്യാദയുടെ രീതിയിൽ പെരുമാറിയെന്ന് പറയേണ്ടി വരും. അത്ര മോശമായിരുന്നു ഇവർ പെരുമാറിയ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജനാധിപത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി നിരന്തരം പറയുന്ന ഒരു കാര്യമാണ്. ജനാധിപത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയല്ലേ കഴിഞ്ഞ ദിവസം കണ്ടത്. സമരം ചെയ്ത ആളുകളെ നേരിടേണ്ട രീതി ഇതാണോ? പ്രിയങ്ക ഗാന്ധി അതൊരു വനിതയാണ് എന്നുള്ള പരിഗണന പോലും നൽകാതെ പുരുഷ പോലീസാണ് അവരെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നതൊക്കെ. അപ്പൊ ഇതൊന്നും ശരിയല്ല. ഇതൊന്നും കേന്ദ്ര സർക്കാരിന് അറിവില്ലാത്ത കാര്യവുമല്ല. രാഹുൽ ഗാന്ധി ഇനി സുരക്ഷയുടെ കാര്യം പറയുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. രാഹുൽ ഗാന്ധിക്ക് സുരക്ഷ വേണ്ടേ? രാഹുൽ ഗാന്ധിക്ക് നമുക്കറിയാം സുരക്ഷാ ലെവൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കുള്ളത് പോലെ സുരക്ഷ നൽകേണ്ട ആളെ ആ ആളിനെയാണ് പൊതു വലിച്ചഴച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് എന്ത് മര്യാദയാണ്? ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രിയെ പോലീസുകാർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ശരി. ഇപ്പൊ PC വിഷ്ണുനാഥിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മന്ത്രിയാണെന്ന് അറിയില്ല. ഡീൻ കുര്യാക്കോസ് MP ആണെന്നും അറിയില്ല എന്ന് പറയാം. പക്ഷെ അടിച്ചു. അല്ലെ, ഈ രാഹുൽ ഗാന്ധി അറിയില്ലേ? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണെന്ന് അറിയാത്ത ആളുകളാണോ പോലീസ്? അങ്ങനെയുള്ള പോലീസുകളാണോ കേന്ദ്രത്തിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പോലീസ് എന്ന് പറയുന്നത്? അപ്പോൾ എല്ലാ രീതിയും അല്ലെങ്കിൽ എല്ലാവരെയും അടിച്ചമർത്താമെന്നാണ് RSSും BJPയും കരുതിയിരിക്കുന്നത്. BJP എന്തായാലും ഈ സമരത്തോടു കൂടി ഒരു ഭയം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു BJP. കാരണം BJP കേരളത്തിൽ പോലും BJP പ്രവർത്തകർ പിന്നെ KPCC ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. അതിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് വിട്ടേക്കുന്നു. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ കോൺഗ്രസുകാർ തെരുവിൽ സമരം ചെയ്യുന്നത് ഞാൻ അംഗീകരിക്കുന്നു. അത് വലിയ ആവശ്യമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും അംഗീകരിക്കുന്നു. പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, CJPക്ക് അല്ലെങ്കിൽ CJPയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറുവശത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയാം. ഇന്ന് KPCC ഓഫീസിലേക്ക് BJPക്കാരുടെ സമരം എന്താവശ്യത്തിനാണ്? നരേന്ദ്രമോദിയുടെ വീട്ടിന് മുന്നിൽ പ്രതിഷേധം നടത്തിയതിന് അതെന്ത് ലോജിക്കാണ്? അതിൽ ആരോപിക്കുന്നത് ഒരു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നതിൽ പങ്കെടുത്തു എന്നുള്ള രീതി, അതാണ് കാരണം. BJPയുടെ മുഖ്യമന്ത്രി അല്ല VD സതീശൻ. ആശയപരമായി രണ്ടും രണ്ടാശയമാണ്. BJP എന്ന് പറയുന്നതും കോൺഗ്രസ് എന്ന് പറയുന്നത് രണ്ട് ആശയമാണ്. ആശയങ്ങൾ കൊണ്ട് പോരാടും, പ്രതിഷേധങ്ങൾ പങ്കെടുക്കുക തന്നെ ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുന്നിലെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു എന്ന് വെച്ചാ എങ്കിൽ പിന്നെ കേന്ദ്രത്തിൽ വന്ന് സമരം ചെയ്തതല്ലേ, കേരളത്തിന്റെ ഫണ്ട് വെട്ടി കുറയ്ക്കാമെന്ന് പറയുന്ന ലോജിക്കാണോ? അതുപോലാണല്ലോ BJPക്കാർ പറയുന്നത്. സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അത് ആശയപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ തെരുവിൽ സമരം ചെയ്യുന്നതായിരിക്കാം. ഇപ്പൊ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ബോംബ് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ, VD സതീശൻ ബോംബ് എറിഞ്ഞെങ്കിൽ ഇവർ പറയുന്ന ലോജിക് ഉണ്ട്. അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉപദ്രവിക്കാൻ ശ്രമിച്ചെങ്കിൽ അതും പറയാം. സമരം ചെയ്തതിൽ എന്താണ് പ്രശ്നം? പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യാൻ പാടില്ല എന്നാണല്ലോ BJPയും ഇപ്പൊ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ പറയുന്നത്. സമരം ചെയ്യുന്നത് ഇങ്ങനെയാണ് നേരിടുക, അടിച്ചൊതുക്കും, വലിച്ചഴയ്ക്കും. അല്ല, അതൊക്കെ RSSന്റെ രീതിയാണ്, അവർക്ക് ആ രീതി അറിയോ. പക്ഷെ കോൺഗ്രസിന്റെ രീതി അതല്ല. സമരം ചെയ്ത് സ്വാതന്ത്ര്യം വാങ്ങിയ രാജ്യത്ത് അതിന് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അത് എന്നും ഓർക്കുന്നത് നല്ലതാണ്. RSSകാർക്കും BJPക്കാർക്കും ഇതേ അറിയാവുന്നുള്ളത് ഇന്ത്യക്ക് അറിയാം, ഇന്ത്യക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. എന്തായാലും രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെന്ന്. അത് തന്നെയാണ് ഇന്ത്യയിലെന്ന് കഴിഞ്ഞ ദിവസത്തെ കേന്ദ്ര സർക്കാരിന്റെ പോലീസ് തെളിയിച്ചിട്ടുണ്ട്.